നോമ്പുകാലം, ആറാം ശനി, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. തൈലാഭിഷേകം. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ബഥാനിയായിൽ ശിമയോൻ എന്ന കുഷ്ഠരോഗിയുടെ വീട്ടിൽ വച്ച് തൈലാഭിഷേകം നടക്കുന്നതായി കാണുന്നുണ്ട്. മത്തായി 26-ാം അധ്യായം 6-ാം വാക്യം, മാർക്കോസ് 14-ാം അധ്യായം 3-ാം വാക്യം. അതിനാൽ ബഥാനിയായിലെ ഈ കുഷ്ഠരോഗി ലാസർ കുടുംബത്തിന്റെ പിതാവായിരുന്നെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഏറെ സാമ്യമുണ്ടെങ്കിലും ലൂക്ക 7-ാം അധ്യായം 36 മുതൽ വാക്യങ്ങളിൽ സംഭവം തികച്ചും വേറിട്ട ഒന്നാകാനാണ് സാധ്യത. തൈലാഭിഷേകം ഒരു വലിയ മാനസാന്തരത്തിന്റെയും പാപം ഏറ്റുപറയുന്നതിന്റെയും ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ 300 ധനാറ വിലയുള്ള നാർദീൻ സുഗന്ധ തൈലമാണ് മറിയം അവിടെ അവന്റെ പാദത്തിൽ പൂശി തലമുടി കൊണ്ട് തുടച്ചത്. അക്കാലത്ത് ഒരു ദിവസത്തെ കൂലി പരമാവധി 1 ധനാറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 300 ധനാറ എന്നാൽ ഏകദേശം ഒരാളുടെ ഒരു വർഷത്തെ സമ്പാദ്യത്തിന് തുല്യമാണ്. അതിനാലാണ് ഇതൊരു പാഴ്ചെലവാണെന്ന് ചിന്തിക്കാൻ പ്രത്യേകിച്ച് യൂദാസിനെ പോലെയുള്ളവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ സുഗന്ധതൈലം പൂശാതെ താമസിയാതെ നടക്കാനിരിക്കുന്ന തന്റെ മൃതസംസ്കാരം മുൻകൂട്ടി നടന്നുവെന്ന് ചിന്തിച്ചാൽ മതിയെന്നാണ് യേശു സമർത്ഥിക്കുന്നത്. ദൈവത്തിനു വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന സേവനങ്ങൾക്ക് മൂല്യം കണക്കാക്കാൻ കഴിയില്ല. ദരിദ്രരെ ശുശ്രൂഷിക്കുന്നത് വലിയൊരു സൽപ്രവൃത്തിയാണെന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ദൈവത്തെ പുകഴ്ത്തുക, ആരാധിക്കുക എന്നതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ദരിദ്രരോടുള്ള സ്നേഹത്തിന് 2-ാം സ്ഥാനമേയുള്ളൂ. ബാഹ്യമായ ദരിദ്രാവസ്ഥയിലുള്ളവരാണോ ആത്മീയമായ ദരിദ്രാവസ്ഥയിലുള്ളവരാണോ അധികമുള്ളത്? 100 പേർ ഈ ലോകത്തിൽ ശാരീരിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ 10,000-ത്തിലധികം പേരും ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ദരിദ്രർ എന്നും നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണത്തെ പ്രഥമ പരിഗണനാ വിഷയമായി യേശു ഉയർത്തിക്കാട്ടുന്നത്. സാമ്പത്തിക ദാരിദ്ര്യം നശ്വരമായ ഈ ജീവിതത്തിൽ മാത്രമാണ് ആശ്വാസം പകരുന്നതെങ്കിൽ ആത്മീയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഈ ലോകത്തിലും പരലോകത്തിലും ആശ്വാസം പകരുന്നവയാണ്.